ഹേ ഗൈസ്, അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ഉഗ്രൻ ക്ലാസിക് ത്രില്ലർ മൂവിയായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 1989 നിക്കോൾ കിഡ്മാൻ, ബില്ലി സെയിൻ, സാം നെയിൽ ഇവർ മൂന്നുപേരും തകർത്തഭിനയിച്ച ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഡെഡ് ക്യാം എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വെറുതെ പറയല്ലേ, ഈ ക്ലാസിക് മൂവി എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ചാനലിലെ ഇതിനു മുന്നേയും ഒരുപാട് ക്ലാസിക് ത്രില്ലർ മൂവീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതും അതുപോലെ തന്നെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് വൺലേ ഞാൻ എന്തായാലും പറയുന്നില്ല, നിങ്ങൾ ബാക്കിയെല്ലാം കണ്ടു തന്നെ മനസ്സിലാക്കുക. കൂടാതെ ഇതുപോലെയുള്ള ക്ലാസിക് മൂവീസ് ഇനിയും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് ഏതായാലും നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഇപ്പോൾ കഥയുടെ തുടക്കത്തിൽ കാണിക്കുമ്പോൾ ഒരു വലിയ ഷിപ്പ് കരയിലേക്ക് വന്ന് അടുക്കുകയാണ്. അതിൽ നിന്ന് നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള അത് നേവി ഓഫീസറായിട്ടുള്ള ജോൺ പുറത്തേക്ക് വരുന്നു. അപ്പൊ തന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരുപാട് നേവി ഓഫീസർമാരുണ്ട്. അവരെല്ലാവരും വെളിയിലേക്ക് വന്ന് അവരുടെ കുടുംബാംഗങ്ങളെയെല്ലാം കണ്ടുമുട്ടിയിട്ട് നല്ല സന്തോഷത്തോടെ തന്നെ ഭാര്യയും മക്കള് ഇങ്ങനെ എല്ലാവരുമായിട്ട് ഒത്തുപോകുമ്പോഴത്തേക്കും എല്ലാവരും അവിടെ നിന്ന് പോയതിനു ശേഷം ജോണിന്റെ ഭാര്യയായിട്ടുള്ള റേ മാത്രം അവിടെ വന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാതെ അവൻ നേരെ പോകുന്നത് ഒരു ഹോസ്പിറ്റലിലേക്കാണ്. എന്താന്ന് വെച്ചാൽ അവന്റെ ഭാര്യ റേയെ ആശുപത്രിയിലെ അഡ്മിറ്റ് ചെയ്തേക്കുന്നു. കാരണം വേറെ ഒന്നല്ല, അവൾക്കൊരു കാർ ആക്സിഡന്റ് സംഭവിച്ചു. വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് റേ ഇപ്പോൾ കിടക്കുന്നത്. ഇവിടെയാണ് റേയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ കാണിക്കുന്നത്. കാറിൽ റേയും അവളുടെ മകനും രാത്രി മഴയത്തെങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പോകുമ്പോൾ തന്നെ രണ്ടുപേരും പാട്ടെല്ലാം പാടിയിട്ട് പല കാര്യങ്ങളും സംസാരിച്ചാണ് പോകുന്നത്. അങ്ങനെ വണ്ടി ഓടിച്ച് കുറേ ദൂരം പോകുമ്പോഴത്തേക്കും അവളുടെ മകന്റെ കയ്യിൽ നിന്നും ഒരു പാവ താഴേക്ക് വീഴുന്നു. അപ്പൊ അതെടുക്കാൻ വേണ്ടി ആ ഒരു കുട്ടി സീറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ റേ പറയുന്നുണ്ട്, ഇല്ല മോനെ, നീ സീറ്റിലേക്ക് ഇരിക്കെ, സീറ്റ് ബെൽറ്റ് ഇട്, അമ്മ അത് എടുത്തു തരാന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ കേൾക്കുന്നില്ല. കൂടാതെ രാത്രിയിൽ നല്ല മഴയായതുകൊണ്ട് തന്നെ മുന്നിലൊരു വണ്ടി വരുമ്പോഴും പെട്ടെന്നത് മനസ്സിലാക്കാൻ കഴിയാതെ റേ ആ ഒരു പാവ എടുക്കുന്ന സമയത്ത് നിയന്ത്രണം വിട്ട് മറ്റൊരു കാറിലേക്ക് കൊണ്ടിരിക്കുന്നതും ആ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണല്ലോ ആ പയ്യനകത്തുള്ളത്. അവൻ ഇപ്പോൾ തെറിച്ച് ഈ ഒരു കാറിന്റെ ചില്ലും പൊട്ടിച്ച് വെളിയിലേക്ക് പോകുന്ന ആ സ്പോട്ടിൽ തന്നെ ആ ഒരു കുട്ടി അവിടെ വെച്ച് മരിക്കുകയാണ്. അപ്പൊ ഇതാണ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇപ്പൊ അത് കഴിഞ്ഞ് റേയ്ക്ക് സുഖമായി. അവൾ ഈ കാര്യം സ്വപ്നം കണ്ട് പെട്ടെന്ന് പേടിച്ച് എഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ റേയും ജോണും ഒരു കപ്പലിനുള്ളിലാണുള്ളത്. അതും ജോണിന്റെ സ്വന്തം കപ്പല്. ഇപ്പൊ ജോൺ പെട്ടെന്ന് അവളെ പിടിച്ചിരുത്തിയിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. ഏയ്, നിനക്കത് സ്വപ്നം കണ്ടതാണ്, എന്തായാലും വിഷമിക്കണ്ട, നിന്റെ ആ ഒരു വിഷമം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര തന്നെ വന്നിട്ടുള്ളത്, അതുകൊണ്ടൊട്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തുന്നു. അപ്പൊ തന്റെ കുട്ടി മരിച്ച ഒരമ്മ ഏതൊരു മാനസികാവസ്ഥയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ടാണ് ജോൺ റേയെ കുട്ടിയുടെ കടലിലേക്ക് വന്നത്. കാരണം കരയിൽ നിന്ന് കഴിഞ്ഞാൽ കുട്ടിയുടെ ആ ഒരു ഓർമ്മ തന്നെ അധികം ഉണ്ടാവും. അതുകൊണ്ട് അവളുടെ ആ ഒരു വിഷമമെല്ലാം മാറുന്നത് വരെ കുറച്ച് ദിവസം ഈ കടലിൽ താമസിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആ കപ്പലും കൊണ്ട് കടലിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ കുറെ ദിവസം കഴിയുന്നതും ഇപ്പൊ ഒരാഴ്ച, രണ്ടാഴ്ച ഈ രീതിയിൽ താമസിക്കാനാണ് ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ റേയ്ക്കും വലിയ കുഴപ്പമില്ലാതെ അവൾ ആ ഒരു ട്രോമയിൽ നിന്നും പതിയെ പതിയെ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവരുടെ കപ്പൽ കിടക്കുന്നതിന് കുറച്ച് ദൂരെയായിട്ട് മറ്റൊരു കപ്പലും കിടപ്പുണ്ട്. പക്ഷെ അത് ഇത്തിരി പഴയ മോഡൽ കപ്പലാണ്. അപ്പോൾ ജോൺ തന്റെ ബൈനോക്കുലർ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ കപ്പലിനുള്ളിൽ ആരും ഉള്ളതുപോലെ തോന്നുന്നില്ല. അപ്പോൾ ജോൺ പറയും, കുറച്ച് ദിവസമായില്ല ആ ഒരു കപ്പൽ ഇവിടെ കിടക്കുന്നു, എങ്ങോട്ട് പോകുന്നില്ല, എന്തായാലും ഞാൻ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കൂന്ന് പറയുമ്പോൾ റേ പറയും, അതൊക്കെ ശരിയാണ്, പക്ഷെ ആരെയും ഇങ്ങോട്ട് വിളിക്കണ്ട, കാരണം ഈ കപ്പലില് നമ്മൾ രണ്ടുപേരും മാത്രം മതി എന്ന് പറയുമ്പോൾ ജോൺ പറയും, ഏയ്, ഞാനൊരു നേവി ഓഫീസറാണ്, അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ എനിക്കൊന്നും വിടാൻ പറ്റത്തില്ല, അതുകൊണ്ട് എന്തായാലും അവരെ ഒന്ന് വിളിച്ചന്വേഷിക്കാം എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയെന്ന്. അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ജോൺ ഇപ്പോൾ കപ്പലിനുള്ളിലേക്ക് പോയിട്ട് ആ റേഡിയോ വഴി അടുത്തുള്ള ആ ഒരു കപ്പലുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരും അവിടെ നിന്ന് പ്രതികരിക്കുന്നില്ല. അപ്പോഴാണ് വെളിയില് റേ ആ ഒരു ബൈനോക്കുലർ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു കാര്യം അവൾ കാണുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ജോണിനെ വിളിക്കും. അപ്പോൾ ജോൺ പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് അതെന്താണെന്ന് നോക്കുമ്പോഴാണ് ആ കപ്പലിൽ നിന്നും ഒരു ബോട്ട് ഇവരുടെ കപ്പലിനടുത്തേക്ക് വരുന്നു. അതും ഒരൊറ്റ ആള് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അതോ നല്ല വേഗതയിലാണ് തുഴയുന്നത്. എന്തോ ഒരു കാര്യം സംഭവിച്ചതുപോലെ. അപ്പൊ ഇവരുടെ കൂടെ ഉള്ള ഒരു നായുണ്ട്, അതാണെങ്കിലോ കുറെ നേരമായിട്ട് അങ്ങോട്ട് നോക്കി കുരയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ബോട്ട് തുഴയുന്നവൻ തുഴഞ്ഞു ഇവരുടെ കപ്പലിനടുത്തേക്ക് എത്താറാകുമ്പോഴത്തേക്കും ജോൺ വിളിച്ചു പറയും, അതെ, കുറച്ചു നേരം അവിടെ നിന്ന് നിൽക്കാവോ, ഞങ്ങൾക്ക് പരിശോധിച്ചിട്ട് മാത്രമേ അകത്തേക്ക് കയറ്റാൻ കഴിയുള്ളൂ പറയുന്നുണ്ടെങ്കിലും ആ തുഴഞ്ഞു വരുന്നവനാണെങ്കിലോ ഇതൊന്നും കേൾക്കുന്നില്ല. അവൻ നല്ല വേഗതയിൽ തന്നെ ആ ഒരു ബോട്ട് തുഴഞ്ഞ് ഈ കപ്പലിനടുത്തേക്ക് കൊണ്ട് ഇടിച്ചു നിർത്തിയിട്ട് പെട്ടെന്ന് ഈ കപ്പലിനകത്തേക്ക് അങ്ങ് ചാടിക്കയറുകയാണ്. ഇവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അവനാണെങ്കിലോ കയറിയ ഉടനെ തന്നെ റൂമിനകത്തേക്ക് കയറി പോകുന്നു. ഷെടാ, ഇതെന്തോന്നാണ്, ഒരുത്തിന് സഹായം ചെയ്തു എന്നും പറഞ്ഞിട്ട് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് രണ്ടുപേർക്കും അത് കറക്റ്റായിട്ട് തോന്നുന്നില്ല. പക്ഷെ എന്തോ ഒരു കാര്യം അവന് സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രം ഇവർക്ക് മനസ്സിലായി. അങ്ങനെ രണ്ടുപേരും അതിനകത്തേക്ക് തന്നെ ഇറങ്ങിപ്പോകുന്നു. അപ്പോഴാണ് അകത്തേറി അവനാണെങ്കിലോ ഒരു മൂലയ്ക്ക് വന്നിരിക്കുമ്പോഴത്തേക്കും ജോൺ അവനെ കണ്ടിട്ട് റേയോട് പറയുന്നുണ്ട് അവന് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം കൊടുക്കാൻ. അപ്പോൾ അവൻ ഇവരോട് പറയും, എന്റെ പേര് ഹ്യൂജ് എന്നാണ്,
ഞാൻ ഫീജിയിലേക്ക് ആ ഒരു കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്നാണ് ഞങ്ങളുടെ കപ്പലിൽ ആ ഒരു കാര്യം സംഭവിച്ചത്. അതുമല്ല 3 മാസങ്ങൾക്ക് മുന്നെയാണ് ആ ഒരു കപ്പൽ ഞാൻ വാങ്ങിയത്. ആ കപ്പലിൽ പസഫിക് മുഴുവനായിട്ടും ചുറ്റിക്കറങ്ങുക എന്നായിരുന്നു എന്റെ പ്ലാൻ. അതുമല്ല ഞങ്ങളുടെ കപ്പലിനുള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ പതിയെ പതിയെ ആ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ജോൺ ചോദിക്കും, നിങ്ങൾക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഇന്നലെ രാവിലെ മുതൽ കപ്പൽ മുങ്ങാൻ തുടങ്ങി. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അതുപോലെ എഞ്ചിൻ കേടായി, പിന്നെ റേഡിയോ വർക്കാവുന്നില്ല. അതുകൊണ്ട് എനിക്ക് വേറെ ആരെയും സഹായത്തിനായിട്ട് വിളിക്കാൻ കഴിഞ്ഞില്ല എന്നും പറയും. അതുമല്ല നിങ്ങളുടെ കപ്പൽ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചേലും സമാധാനമായത്. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്നും അവൻ പറയുമ്പോൾ ജോൺ പറയും, റേ അവനെ എന്തായാലും കട്ടിലേക്ക് കൊണ്ട് കിടത്ത്, എന്നിട്ട് എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ് ജോൺ പോകാനായിട്ട് വരുമ്പോൾ അവൻ ചോദിക്കും, അല്ല നിങ്ങൾ എവിടേക്കാ പോകുന്നേ? അപ്പോൾ ജോൺ പറയും, എനിക്ക് എന്തായാലും ആ ഒരു കപ്പലിനടുത്ത് പോയേ മതിയാവും. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് നോക്കണമെന്ന് പറയുമ്പോൾ ഇവൻ പെട്ടെന്ന് പേടിച്ചിട്ട്, ഇല്ല നിങ്ങൾക്ക് ഒരിക്കലും അവിടേക്ക് പോകാൻ കഴിയത്തില്ല. അപ്പോൾ ജോൺ ചോദിക്കും, അല്ല നിന്റെ കപ്പലിൽ എത്ര പേരുണ്ടായിരുന്നു? അവൻ പറയും, ഞാൻ ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു. ഓ, അപ്പോൾ ഈ ഒരു പസഫിക് സമുദ്രം മുഴുവനായിട്ട് നീ ഒറ്റയ്ക്ക് ചുറ്റിക്കറങ്ങാനായിട്ട് ഇറങ്ങിയതാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയും, ഇല്ല, ഞങ്ങൾ മൊത്തം 6 പേരുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും മരണപ്പെട്ടത് 10 ദിവസങ്ങൾക്ക് മുന്നെയാണ്. അതും ഓരോരുത്തരായിട്ടാണ് മരണപ്പെട്ടത് എന്നുകൂടി പറയുമ്പോഴത്തേക്കും ഇവർക്ക് രണ്ടുപേർക്കും അവിടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് എല്ലാവരുടെയും പാസ്പോർട്ടും എടുത്ത് ആ ടേബിളിലേക്ക് ഇടുമ്പോൾ ജോൺ വന്നിട്ട് അത് പരിശോധിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു 5 പേരുടെയും പാസ്പോർട്ട് അവൻ നല്ലതുപോലെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഹ്യൂജി പറയുന്നത്, ടിന്നിൽ അടച്ച കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ കഴിച്ചതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എന്താന്ന് വെച്ചാല് അവർക്കെല്ലാവർക്കും ഈ ടിന്നിലടച്ച ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ഭക്ഷ്യ വിഷബാധ ഉണ്ടല്ലോ അത് ബാധിച്ചു. അപ്പൊ അത് കാരണമാണ് ഓരോരുത്തരായിട്ട് മരണപ്പെട്ടത്. ഇവര് കപ്പലിലായതുകൊണ്ട് സഹായത്തിന് വേണ്ടി വേറെ ആരെയും വിളിക്കാനും കഴിഞ്ഞില്ല, പെട്ടെന്ന് കരയിലേക്ക് പോകാനും കഴിഞ്ഞില്ല. അതിനു മുന്നേ എല്ലാവരും മരിക്കുമായിരുന്നു. അപ്പൊ ഈ കാര്യം കേൾക്കുമ്പോഴത്തേക്കും ജോണിനും റേയ്ക്കും എന്തോ ചെറിയ വിഷമം തോന്നുന്നുണ്ട്. എന്നിട്ട് ജോൺ അവനോട് പറയും, ശരി നീ എന്തായാലും പോയിട്ട് വിശ്രമിക്കേ, നീ എന്ന് ഓക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് രണ്ടുപേർക്കും നിന്റെ ആ ഒരു കപ്പലിലേക്ക് പോയി നോക്കാന്ന് പറയുമ്പോൾ ഇവൻ ചോദിക്കുക, എന്തിനെ? അല്ല ആ ഒരു എഞ്ചിന്റെ എന്തെങ്കിലും ഭാഗങ്ങൾ ശരിയാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഹ്യൂജി പറയും, ഇല്ല കപ്പലിൽ വെള്ളം കയറി, ഇനി ഒന്നും ശരിയാക്കാനായിട്ടില്ല, അവിടെ എല്ലാം നശിച്ചു. അപ്പോൾ ജോൺ പറയും, ഇല്ല എന്തെങ്കിലും ഉണ്ടാവും. അപ്പോഴാണ് ഹ്യൂജി പറയുന്നത്, അല്ല എനിക്ക് കുറച്ച് സമയം താ, അവരെല്ലാവരും മരിച്ചുപോയിട്ട് ഒരുപാട് ദിവസമായി, ആ ശരീരം എടുത്തിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഹീറോയിനും പറയുന്നത്, ഇല്ല എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നോക്കാന്ന് പറയുമ്പോൾ അവൻ അപ്പോഴും പറയും, ഇല്ല എനിക്ക് അവളോട്ട് പോകാനായിട്ട് പോലും താല്പര്യമില്ല, എനിക്ക് നല്ല പേടിയുണ്ട്, ഒരിക്കലും ഞാൻ ഈ ആ ഒരു കപ്പലിൻ്റെ അടുത്തേക്ക് പോകത്തില്ല എന്ന് പറയുമ്പോൾ ജോൺ പറയും, ഓക്കെ അങ്ങനെയാണെങ്കിൽ നീ കുറച്ച് പോയിട്ട് റെസ്റ്റ് എടുക്ക്, നമുക്ക് എന്തായാലും പിന്നീട് കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ റേ അവനെ വിളിച്ച് റൂമിനകത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവരോട് പറയുന്നുണ്ട്, സോറി നിങ്ങളുടെ ഒരു ദിവസം ഞാൻ കാരണം ഇല്ലാതായെന്ന് എനിക്കറിയാം, എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൻ അകത്തേക്ക് കയറി പോകുന്നത്. അങ്ങനെ ഹ്യൂജ് കിടന്ന് ഉറങ്ങുന്നതും ജോൺ എന്താ ചെയ്യുന്ന വെച്ചാൽ അവൻ കൊണ്ടുവന്നൊരു ബാഗ് ഉണ്ട്. ആ ബാഗ് എടുത്ത് അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരുണ്ടല്ലോ അവരുടെ ഫോട്ടോസ് കൂടാതെ ഒരു ഡയറിയും കിട്ടും. ആ ഡയറിയിൽ അങ്ങനെ ആ ഒരു ഡയറി എടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് അവർ തമ്മിൽ എന്തോ വഴക്കുണ്ടായതായിട്ടും കൂടാതെ ഇതുപോലൊരു മണ്ടം ബോട്ടിൽ കയറരുതായിരുന്നു എന്നെല്ലാം ആ ഒരു ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തൊക്കെയോ കുത്തി വരച്ചതുപോലെ കുറെ കാര്യങ്ങളും കൂടാതെ അതിനകത്ത് നിന്നും ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങും കിട്ടുന്നുണ്ട്. ഇപ്പൊ അതെടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് എന്തോ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് കുറച്ചുപേര് ഇവന്റെ കപ്പലിൽ കയറിയിട്ടുള്ളത് എന്നുള്ള കാര്യം ജോണിന് മനസ്സിലാവും. അപ്പൊ ഇതിനെപ്പറ്റി റേയോട് പറയുമ്പോൾ റേ പറയും, ജോൺ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിനക്ക് അവനെ ഇഷ്ടപ്പെടുന്നില്ലല്ലേ? അപ്പോൾ ജോൺ പറയും, ഏയ് അതല്ല, ആ കപ്പൽ ആ ഒരു അവസ്ഥയിൽ വിട്ടിട്ട് പോകാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ റേ ചോദിക്കും, എന്തുകൊണ്ട്? കാരണം 25 വർഷമായിട്ട് ഞാൻ കടലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരിക്കലും ഒരു കപ്പൽ വെറുതെ വിടാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ഹ്യൂജി എന്ന് പറഞ്ഞിട്ട് അവൻ ഉറങ്ങി കിടക്കുന്ന ആ ഒരു സമയം കൊണ്ട് ജോൺ എന്താ ചെയ്യുന്ന വെച്ചാൽ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ വന്ന് ആ റൂം അങ്ങ് അടയ്ക്കും, വെളിയിൽ നിന്ന് കുറ്റിയിടും. എന്നിട്ട് റേയോട് പറയും, ഓക്കെ ഞാൻ എന്തായാലും ആ കപ്പലിനടുത്തേക്ക് പോവാണ്, നായനെ നീ തന്നെ നോക്കിക്കോണം, ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്ന് പറയുമ്പോൾ അവൾ പറയും, അല്ല ഈ കപ്പൽ അവിടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എഞ്ചിന്റെ ശബ്ദം കിട്ടാൻ എഴുന്നേൽക്കില്ലേ? ഇല്ല ഞാൻ എന്തായാലും ആ ഒരു ചെറിയ ബോട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ജോൺ എന്താ ചെയ്യുന്ന വെച്ചാല് അവൻ കൊണ്ടുവന്ന ആ ഒരു ബോട്ടുണ്ടല്ലോ അതും എടുത്തിട്ട് ആ ഒരു കപ്പലിനടുത്തേക്ക് തുഴഞ്ഞു പോകും. ഇപ്പോഴും ഹ്യൂജി എന്ന് പറഞ്ഞ അവനാണെങ്കിലോ അകത്ത് കിടന്ന് ഉറങ്ങാണ്. അങ്ങനെ ജോൺ ആ ഒരു കപ്പലിനടുത്തേക്ക് പോകുന്നതും റേ ആണെങ്കിൽ ആ ഒരു നായ്ക്ക് കളിക്കാൻ വേണ്ടി ഒരു ബോൾ എടുത്തു കൊടുക്കും. അപ്പൊ ആ ഒരു നായാണെങ്കിൽ കളിച്ച് ഈ ഒരു ബോൾ കടലിലേക്ക് വീഴുമ്പോൾ ഇത് പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. കാരണം എന്ത് സാധനം തെറിച്ചു പോയാലും ആ നായ പെട്ടെന്ന് തന്നെ ചാടി അത് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇവിടെ നമ്മുടെ ജോൺ ആ ഒരു ബോട്ടും കൊണ്ട് ഈ കപ്പലിനടുത്തേക്ക് വന്നു. ഒരു പഴയ കപ്പലാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പൊ ജോൺ ആണെങ്കിലോ പതിയെ ആ ഒരു കപ്പലിന് മുകളിലേക്ക് കയറുമ്പോഴത്തേക്കും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നശിച്ചു കിടക്കാണ്. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഇരുമ്പ് കയറിൽ തൂങ്ങി വന്ന് അവന്റെ മുഖത്തേക്ക് അടിക്കാനായിട്ട് വരുന്നതിന് മുന്നേ അവൻ എന്തോ ഒഴിഞ്ഞു മാറിയിട്ട് അതങ്ങ് കൈകൊണ്ട് പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ഇപ്പൊ ആ ഒരു കപ്പലിനുള്ളിലേക്ക് കയറും. അതേസമയം ഇവിടെ കാണിക്കുമ്പോൾ ഈ ഒരു നായാണെങ്കിൽ കുറെ നേരം അങ്ങനെ തന്നെ ഇരുന്നിട്ട് പെട്ടെന്ന് ആ ഒരു റൂമിനകത്തേക്ക് പോയിട്ട് അവിടെയുള്ള ഒരു ഡോറ് അത് തനിയെ തുറക്കുന്നു. എന്നിട്ട് ഹ്യൂജ് എന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങി കിടക്കുന്ന ആ ഒരു റൂമിന്റെ അടുത്തേക്ക് വന്ന് കുറെ നേരം അവിടേക്ക് നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ്
ഹ്യൂജ് പെട്ടെന്ന് കണ്ണു തുറക്കും. എന്നിട്ട് ഇവൻ വന്ന് ഈ ഒരു ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഡോർ തുറക്കാൻ കഴിയുന്നില്ല. അപ്പോ ഹ്യൂജ് റേയോട് വിളിച്ച് പറയുന്നുണ്ട്, ഹേയ് റേ, എനിക്ക് നല്ല അസുഖമുണ്ട്, അതുമല്ല എനിക്കൊന്ന് ബാത്റൂം യൂസ് ചെയ്യണം, നീ ഈ ഒരു ഡോർ ഒന്ന് തുറന്നു തരാൻ പറയുമ്പോഴത്തേക്കും റേ അവൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കത്തില്ല. ഈ ഡോർ തുറന്നു കൊടുക്കാതെ അവൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഇവൻ കുറെ നേരമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടും ഇവളുടെ ഡോർ തുറക്കാത്തത് കൊണ്ട് അവൻ അവിടെ തന്നെ ഇരിക്കുമ്പോൾ റേക്ക് ഇപ്പൊ എന്തോ ഒരു ചെറിയ പേടി. അതുകൊണ്ട് അവൾ ആ ഒരു കപ്പൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കപ്പൽ നേരെ തിരിച്ച് നമ്മുടെ ജോൺ പോയിട്ടുള്ള ആ ഒരു പഴയ കപ്പലുണ്ടല്ലോ അതിനടുത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഈ ഒരു എഞ്ചിന്റെ ശബ്ദം കേൾക്കുന്നതും ഹ്യൂജിന് എന്തോ മനസ്സിലാവുന്നു ഈ കപ്പലിനടുത്തേക്ക് പോവാണെന്ന്. അതുകൊണ്ട് അവൻ പെട്ടെന്ന് ഈ ഒരു കപ്പലിന് മുകളിലേക്ക് പോകാനായിട്ടുള്ള ഒരു ചെറിയ ഭാഗമുണ്ട്, അതിനടുത്തേക്ക് ഓടി വന്നിട്ട് അത് തുറന്ന് അവൻ വെളിയിലേക്ക് നോക്കുമ്പോൾ അവന്റെ ആ ഒരു കപ്പലിനടുത്തേക്കാണ് പോകുന്നത്. ഇത് മനസ്സിലാക്കുമ്പോഴത്തേക്കും ഇവന് പെട്ടെന്ന് ദേഷ്യമെല്ലാം വരുന്നു. അതേസമയം നമ്മുടെ ഹീറോ ജോൺ ഉണ്ടല്ലോ, അവൻ ആ ഒരു കപ്പലിനകത്തേക്ക് കയറുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കപ്പലിനുള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുമല്ല അതിനകത്താണെങ്കിലോ ആകെ അലങ്കോലമായിട്ട് കുറെ പ്രതിമകളും അതേപോലെ തന്നെ ഈ സാറ്റലൈറ്റ് ഭാഗങ്ങളെല്ലാം വർക്കാവുന്നില്ല. അങ്ങനെ ജോൺ നടന്ന് അടുത്തൊരു മുറിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അതിന്റെ ഡോർ തുറക്കുന്നതും അതിനുള്ളിലുള്ള ഒരു മുറിയിൽ നിന്നും രക്തമെല്ലാം പുറത്തേക്ക് വരുന്നു, അതും വെള്ളത്തോടൊപ്പം. ഇത് കണ്ട ജോൺ ആണെങ്കിലോ പതിയെ ചെന്നിട്ട് ആ ഒരു മുറി വലിച്ചു തുറക്കുന്നതും ഒരുപാട് വെള്ളം ആ മുറിക്കുള്ളിലുണ്ടായിരുന്നു. അതെല്ലാം കൂടി ജോണിനെ കൊണ്ട് മെയിൻ റൂമിലേക്ക് വരും. അവിടെ വരുമ്പോഴത്തേക്കാണ് ഒരു ട്വിസ്റ്റ്. എന്താന്ന് വെച്ചാല് അതിനകത്ത് ഒരുപാട് പേരുടെ ശരീരം കിടപ്പുണ്ട്, അതും വസ്ത്രമൊന്നുമില്ലാതെ. കൂടുതലും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരുടെയും ശരീരം ഈ വലിച്ചു കീറി പല ഭാഗങ്ങളായിട്ട് വെച്ചേക്കല്ലോ. അതുപോലെ തല വേറെ, ശരീരം വേറെ, കൈയും കാലും വേറെ, ആ ഒരു രീതിയിൽ. അപ്പൊ ഇതെന്തായാലും ആ ഒരു അസുഖം വന്ന് മരിച്ചതല്ല, ഇത് വേറെ എന്തോ ചെയ്തതാണെന്ന് നമ്മുടെ ജോണിന് മനസ്സിലായി. അങ്ങനെ കാര്യം മനസ്സിലാക്കിയ ജോൺ ആണെങ്കിലോ പെട്ടെന്ന് ആ ഒരു കപ്പലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ബോട്ടും എടുത്ത് ഇതിനടുത്തേക്ക് ഇവരുടെ ബോട്ടിനടുത്തേക്ക് തുഴഞ്ഞു വരികയാണ്. അപ്പോൾ റേ ആണെങ്കിലോ ബൈനോക്കുലർ വഴി ഈ കാര്യം കാണുന്നുണ്ട്. ഇതേ കാര്യം ഹ്യൂജ് ഉണ്ടല്ലോ അവന് കൂടി കാണുന്നതും ഇവന് മനസ്സിലായി ഇതെന്തായാലും ശരിയാവത്തില്ല എന്ന്. പെട്ടെന്ന് അവൻ തുറന്നു വെച്ചിരിക്കുന്ന ആ ഒരു ഡോറ് അതങ്ങനെ തള്ളി തുറന്നിട്ട് ഇവൻ പെട്ടെന്ന് വെളിയിലേക്ക് ചാടി ഇറങ്ങും. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ജോൺ റേയോട് പറയുന്നുണ്ട്, റേ അവിടെ നിൽക്കരുത്, വെള്ളത്തിലേക്ക് ചാടാൻ പറയുമ്പോൾ അവൾ അത് ശ്രദ്ധിക്കുന്നില്ല. അവളാണെങ്കിലോ ആ കപ്പൽ നല്ല വേഗതയിൽ ഓടിക്കുന്നതും ജോൺ അടുത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഹ്യൂജ് പെട്ടെന്ന് റേയുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ തള്ളി മാറ്റി ഈ കപ്പൽ തിരിക്കുകയാണ്. അപ്പൊ റേ പറയുന്നുണ്ട്, നീ എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ആ ഒരു കപ്പൽ ഓഫ് ചെയ്യാനായിട്ട് വരുമ്പോൾ അവ സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഇവര് രണ്ടുപേരും ആ ഒരു കപ്പലെ നിയന്ത്രിക്കാൻ വേണ്ടി കിടന്ന് അടികൂടുകയാണ്. പക്ഷെ റേക്കാണെങ്കിൽ അവനോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവൻ അവളെ പിടിച്ചു വെക്കുന്നതും നമ്മുടെ ജോൺ ആണെങ്കിൽ അവന്റെ ആ ഒരു ബോട്ട് തുഴഞ്ഞ് ഈ കപ്പലിനടുത്തേക്ക് എത്തി. എന്നിട്ട് അങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഈ കപ്പലിലേക്ക് പിടിക്കാൻ വേണ്ടി ചാടുന്നതും പിടികിട്ടാതെ അവൻ നേരെ വെള്ളത്തിലേക്ക് വീഴും. അതുപോലെ റേ ആണെങ്കിലോ വന്ന് വീണ വീഴ്ചയിൽ അവളുടെ ബോധവും പോയി. അപ്പോഴേക്കും ഹ്യൂജ് എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ അവൻ ഈ ഒരു കപ്പല് തിരിച്ച് അവിടെ നിന്ന് കുറേ ദൂരം മുന്നോട്ട് പോകുന്നു. നമ്മുടെ ജോൺ ആണെങ്കിലോ ഈ കടലിലും പെട്ടുപോയി. അവനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കൂടാതെ ജോണിന്റെ കൈയിന് നല്ല പരിക്കുണ്ട്. അപ്പൊ എന്തായാലും ഇതിലെ വില്ലൻ ഹ്യൂജ് തന്നെയാണ്. അങ്ങനെ ജോൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ തിരിച്ച് ആ ഒരു ചെറിയ ബോട്ടിലേക്ക് തന്നെ നീന്തി കയറിയിട്ട് ബോട്ടും കൊണ്ട് ആ പഴയ കപ്പലുണ്ടല്ലോ അതിനടുത്തേക്ക് വരും. എന്നിട്ട് ആ കപ്പലിലുള്ള ബൈനോക്കുലറും അതിൽ ഈ ദിശ നോക്കുന്ന കോമ്പസ് ഉണ്ട്, അത് വെച്ചിട്ട് ജോണിന്റെ കപ്പലിപ്പോ ആ വില്ലൻ അവൻ എവിടേക്കാണ് ഓടിച്ചോണ്ട് പോയിട്ടുള്ളത് ആ ഒരു ദിശ നോക്കിയിട്ട് അത് പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കും. കാരണം ഈ കപ്പൽ ശരിയായി കഴിഞ്ഞാൽ ആ വശത്തേക്ക് പോവാൻ വേണ്ടി. അങ്ങനെ അതെല്ലാം മാർക്ക് ചെയ്തിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്, ഈ കപ്പൽ വർക്കാവുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി ജോൺ ഇപ്പോ കപ്പലിന്റെ എഞ്ചിൻ ഭാഗത്തേക്ക് കയറും. എന്നിട്ട് അവിടെ എന്താണ് പ്രശ്നമെന്ന് അവനിങ്ങനെ നോക്കാണ്. അങ്ങനെ ജോൺ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ റേക്ക് ബോധം പോയി കിടക്കുമായിരുന്നല്ലോ. കുറെ കഴിഞ്ഞിട്ട് അവള് കണ്ണു തുറക്കുന്നു. തുറന്നു നോക്കുമ്പോൾ അടുത്ത് ജോണിനെയും കാണുന്നില്ല, ആ പഴയ കപ്പലും ഇല്ല. ഇപ്പൊ ഇവർ എവിടെയാണെന്ന് പോലും അവൾക്കറിയാൻ കഴിയുന്നില്ല. അങ്ങനെ അവൾ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ആ സൈക്കോ ഉണ്ടല്ലോ അവനിപ്പോ ഒരു മ്യൂസിക് എല്ലാം പ്ലേ ചെയ്തിട്ട് ഈ കപ്പലിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നു. അപ്പോൾ റേ അവനോട് ചോദിക്കും, ഹേയ് ജോണോടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പെടുന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, ഞാൻ ഇതൊന്ന് കളിച്ച് തീർത്തോട്ടെ എന്നുള്ള രീതിയിൽ വീണ്ടും കളിക്കാണ്. അപ്പോൾ റേ പിന്നെയും ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് അവൻ പോയി. എന്ത്? അതെ അവൻ പോയി. നീ എന്താ ഈ പറയുന്നേ? അതെ അവൻ ആ ഒരു പഴയ കപ്പലിൽ കയറി. അപ്പോൾ റേ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടേക്ക് പോവാന്ന് പറയുമ്പോൾ ഇല്ല, അവൻ ഒരിക്കലും എന്നെ വിശ്വസിച്ചില്ല, എന്നെ വിശ്വസിക്കണമായിരുന്നു, അതെന്റെ തെറ്റല്ല. അപ്പോൾ റേ പറയും, ഹേയ് വൈകുന്നേരം ആവാൻ പോകുന്നു, അതിനു മുന്നേ നമുക്ക് ആ ഒരു കപ്പലിന്റെ അടുത്തേക്ക് ഇത് തിരിച്ചുകൊണ്ട് പോവാന്ന് പറയുമ്പോഴത്തേക്കും അവൻ പറയും, എവിടേക്ക് പോകാനായിട്ട്? റേ നിനക്ക് മനസ്സിലാവുന്നില്ലേ, അവൻ ആ ഒരു ചെറിയ ബോട്ടിൽ കയറിയിട്ട് അവിടേക്ക് പോയതാണ് പ്രശ്നം, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, നീ വെറുതെ കിടന്ന് ബേളം ഉണ്ടാക്കാതെ എന്നും പറഞ്ഞിട്ട് ഇവളെ എന്തോ ഭരിക്കുന്നത് പോലെയാണ് അവൻ പെരുമാറുന്നത്. എന്നിട്ട് ഇവന്റെ എന്തോ ഒരു കപ്പലുണ്ടല്ലോ അതുപോലെയാണ് ഇവൻ പെരുമാറുന്നത്. എന്നിട്ട് റേയോട് പറയും, ഞാൻ ഉറങ്ങുമ്പോഴെല്ലാം നിന്നെ ഞാൻ നിരീക്ഷിക്കുമായിരുന്നു, കാരണം നിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു എന്നെല്ലാം പറഞ്ഞിട്ട് അവളെ ഫ്ലിർട്ട് ചെയ്തോണ്ടിരിക്കുന്നു. എന്നിട്ട് അവൻ എന്താണ് പഠിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവളോട് പറയുമ്പോഴത്തേക്കും റേക്ക് ഇതുവല്ല കേൾക്കാനായിട്ട് താല്പര്യമുണ്ടോ? അവള് പെട്ടെന്ന് ഈ കപ്പലിനുള്ളിലേക്ക് കയറി പോകുമ്പോഴത്തേക്കും അവനും പുറകെ വന്നിട്ട്, പറയൂ റേ നിനക്ക് എന്താ പ്രശ്നം,
അപ്പോൾ അവള് പറയും, ശരി നീ എന്നോടൊരു സത്യം പറയണം, ആ കപ്പൽ ശരിക്കും മുങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴേക്കും അവൻ കയ്യിൽ വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് ഇല്ല മുങ്ങാനായിട്ട് സമയമായിട്ടില്ല എന്ന് പറയുമ്പോൾ റേ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ജോണിനെ കണ്ടുപിടിക്കാൻ വേണ്ടി, നമുക്ക് ജോണിനെ രക്ഷിക്കാൻ വേണ്ടി അവിടേക്ക് ഈ കപ്പൽ തിരിക്കാന്ന് പറയുമ്പോൾ ഇവൻ പറയുന്നത് എന്താണെന്നറിയോ, ഇല്ല അവിടേക്ക് നമുക്ക് ഒരിക്കലും പോകാൻ കഴിയത്തില്ല, കാരണം അത് കഴിഞ്ഞു, അവനെ നീ എന്തായാലും മറന്നേക്ക്, നമുക്കൊന്നേന്നും പറഞ്ഞിട്ട് എല്ലാം തുടങ്ങാന്ന് പറയുമ്പോഴത്തേക്കും അവൾ പറയുമില്ല, ജോൺ അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ആ ബോട്ട് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അവനെ നമുക്ക് രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ആ സൈക്കോ പറയും, അത് എന്റെ പ്രശ്നമല്ല. അപ്പോൾ അവൾ ചോദിക്കും, ശരി ആ കപ്പലിനുള്ളിലെ നിന്നോടൊപ്പം ഉണ്ടായിരുന്നവര് അവരെങ്ങനെയാ മരിച്ചത്, അവർക്ക് ഫുഡ് പോയിസൺ അല്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, അവർക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് ഇവന്റെ സ്വഭാവമെല്ലാം മാറിയിട്ട് ഇവൻ പറയും, അവരെല്ലാവരും എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നെല്ലാം പറയുമ്പോഴത്തേക്കും റേ ഒരിക്കലും അത് വിശ്വസിക്കത്തില്ല. റേ പറയും, ഇല്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, വേറെ എന്താണ് സംഭവിച്ചെന്ന് പറയുമ്പോഴത്തേക്കും അവരെല്ലാവരും ഇവനെ കൊല്ലാൻ വേണ്ടി വരുന്നത് പോലെ ഇവൻ വെറുതെ ഇമാജിൻ ചെയ്തിട്ട് അവരെ കൊന്നതാണെന്ന് തോന്നുന്നു. പക്ഷെ അത് വ്യക്തമായിട്ട് അവൻ പറയുന്നില്ല. എന്തായാലും ഇവൻ തന്നെയാണ് അവരെല്ലാവരെയും കൊന്നിട്ടുള്ളത്, കാരണം ഇവനൊരു പ്രത്യേകതര സൈക്കോയാണ്. അതെന്തായാലും നമുക്ക് മനസ്സിലായി, കാരണം ഇവന്റെ സംസാര രീതിയും സ്വഭാവവും എല്ലാം വെച്ചിട്ട് റേയ്ക്കും ആ കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയ റേ നേരെ റൂമിനകത്തേക്ക് പോയിട്ട് അവൾ നല്ലതുപോലെ കിടന്ന് കരയാണ്, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട്. അതേസമയമാണ് ഇവിടെ നമ്മുടെ ജോണിനെ കാണിക്കുമ്പോൾ ജോൺ ആ ഒരു കപ്പലിനകത്ത് നിന്നിട്ട് അവൻ ആ ഒരു എഞ്ചിൻ റൂമിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ ശരിയാക്കാണ്. അവസാനം ആ ഒരു എഞ്ചിന്റെ പല കാര്യങ്ങളും അവൻ വർക്ക് ചെയ്യിക്കുന്നുണ്ട്. കൂടാതെ ഇതിനകത്തുള്ള ഒരു TV അവൻ അത് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഈ കപ്പലിനുള്ളിൽ നടന്ന ഒരുപാട് കാര്യങ്ങളും ഇവർ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. അത് ചെയ്തത് വേറെ ആരുമില്ല, ആ ഒരു സൈക്കോ തന്നെയാണ്. ഇപ്പൊ അത് കാണിക്കുമ്പോഴത്തേക്കാണ് ഇവന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ അവരുടെ അനുവാദമില്ലാതെ ആ സ്ത്രീകളുടെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുക, അതേപോലെ തന്നെ അവരോട് മോശമായിട്ട് പെരുമാറുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതാണെങ്കിലോ ആ പെൺകുട്ടികളുടെ കൂടെയുള്ള ഒരുത്തൻ തടയുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ജോൺ ഈ ഒരു കപ്പൽ എങ്ങനെയോ ശരിയാക്കി. ഇപ്പൊ ഈ കപ്പൽ ഓടിക്കാനും കഴിയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജോണിന് ഏത് വശത്തേക്കാണ് പോയേണ്ടതെന്ന് മാത്രം അറിയത്തില്ല. അവൻ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് ആ വശത്തേക്ക് കപ്പൽ ഓടിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ ഇവിടെ നമ്മുടെ റേയെ കാണിക്കുമ്പോൾ അവളിപ്പോ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും ആ സൈക്കോ ഈ ഒരു കപ്പൽ മുഴുവനായിട്ടും കൈ അടക്കി വെച്ചേക്കാണ്. എന്നിട്ട് ആ ഒരു ഡോഗിനോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതും റേ നേരെ ഈ കപ്പലിന്റെ നാവിഗേഷനും അതേപോലെ തന്നെ റേഡിയോ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വന്ന് ഓണാക്കിയിട്ട് അവൾക്കത് യൂസ് ചെയ്യാൻ അറിയാം. അങ്ങനെ അതുവഴി അവൾ നോക്കുമ്പോഴത്തേക്കാണ് ജോണിന്റെ കപ്പൽ ഇവിടെ അടുത്തുള്ളതായിട്ട് തന്നെ അവൾക്ക് മനസ്സിലായി. അതുപോലെ ജോണും ആ ഒരു കപ്പലിലിരുന്നിട്ട് അവന്റെ ഈ ഒരു കപ്പലുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അവന് ശ്രമിക്കുന്നുണ്ട് റേഡിയോ വഴി. അങ്ങനെ റേ ആണെങ്കിലോ അവന്റെ കപ്പലുള്ള ആ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ അതിന്റെ കോഡ് അങ്ങനെ എഴുതി വെച്ചിട്ട് ഇപ്പൊ ആ ഒരു റേഡിയോ വഴി സംസാരിക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ ജോണിന് കേൾക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ജോൺ സംസാരിക്കുന്ന കാര്യം റേയ്ക്ക് കേൾക്കാൻ കഴിയത്തില്ല. അപ്പൊ എന്തായാലും റേയ്ക്ക് മനസ്സിലായി അത് ജോൺ ആണെന്ന്. അതുകൊണ്ട് അവള് ജോൺ ഇത് നീയാണോ ചോദിക്കുമ്പോൾ അവൻ അവിടെ ഒരു തവണ പ്രസ് ചെയ്യും. അതേന്നുള്ള രീതിയിൽ അതൊരു കോഡ് പോലെ. അതാണെങ്കിലോ നമ്മുടെ റേയ്ക്ക് മനസ്സിലാവും. അപ്പൊ എന്തായാലും ജോൺ ആണെന്ന് മനസ്സിലായി. അപ്പോൾ അവൾ ചോദിക്കും, ജോൺ നീ സേഫ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അതേന്ന് പറയും. നീയുള്ള കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണോ? അതേന്ന് ഇങ്ങനെ ആ സിഗ്നൽ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നീ ഇപ്പോൾ ഞങ്ങളുടെ പിറകെ ഫോളോ ചെയ്ത് വരുവാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനും അതേന്നിങ്ങനെ അവൻ സിഗ്നൽ കൊടുക്കുമ്പോഴത്തേക്കാണ് ഇത് കേൾക്കുന്ന റേയ്ക്ക് കുറച്ചെങ്കിലും സമാധാനാവുന്നത്. പക്ഷെ ജോണിന് എങ്ങനെ ഇവരുടെ അടുത്ത് ഈ വരണമെന്ന് മാത്രം അറിയത്തില്ല. അപ്പോൾ റേ പറയും, ജോൺ നീ വിഷമിക്കണ്ട, അതിനുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യാമെന്നും പറഞ്ഞ് അവൾ ആ റേഡിയോ കട്ട് ചെയ്യുന്നു. ഇപ്പൊ എന്തായാലും റേയ്ക്ക് ജോൺ ജീവനോടെ ഉണ്ടല്ലോ, ആ ഒരു കാര്യത്തിൽ മാത്രം അവൾക്ക് ആശ്വാസമുണ്ട്. അതുകൊണ്ട് ജോണിനെ എങ്ങനെയെങ്കിലും ഇവരുടെ അടുത്തേക്ക് എത്തണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണ്? ഈ കപ്പൽ ഓടുന്നത് നിർത്തണം. അങ്ങനെ ഈ ഒരു കപ്പൽ റണ്ണാവാതിരുന്നാൽ മാത്രമേ ജോണിന് ഇവരുടെ അടുത്തേക്ക് എത്താൻ കഴിയത്തുള്ളൂ. അപ്പോൾ റേ എന്താ ചെയ്യുന്നറിയോ, ഇതിന്റെ എഞ്ചിൻ റൂമിലേക്ക് പോയിട്ട് ഇതിന് ഈ ഒരു പവർ കൊടുക്കുന്ന എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, ആ കാര്യം അവൾ വലിച്ചങ്ങ് പോരും. അപ്പോൾ കപ്പൽ അവിടെ നിൽക്കുന്നതും മുകളിലുള്ള നമ്മുടെ സൈക്കോയ്ക്ക് അത് മനസ്സിലായി. അവൻ പെട്ടെന്ന് അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ റേ ആ ഒരു കണക്ഷനും കയ്യിൽ വെച്ചിട്ട് അവൾ പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കാണ്. അപ്പൊ അവനാണെങ്കിലോ മുകളിൽ നിന്നിട്ട് അവളെ വിടാതെ അവൾ എങ്ങോട്ടാണ് പോകുന്നത് ആ രീതിയിൽ അവളെ തടയാൻ നിൽക്കുന്നു. അപ്പോൾ റേ മുകളിലേക്ക് നോക്കിയിട്ട് മറ്റൊരു വശത്തേക്ക് ഓടുന്നത് പോലെ കാണിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് അവിടേക്ക് ഓടുന്നതും ഇവള് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓടും. എന്നിട്ട് നേരെ മുകളിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കും അവൻ വിചാരിക്കും വേറെന്തോ ഒരു കാര്യം ചെയ്യാൻ പോവാണെന്ന്. ഇപ്പോൾ റേ ആണെങ്കിലോ ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ അതെടുത്ത് വെള്ളത്തിലേക്ക് ഒരു ഒറ്റയേറ്. പക്ഷെ അവിടെയാണ് പ്രതീക്ഷിക്കാത്തൊരു കാര്യം. ഇവരുടെ കൂടെയുള്ള ആ ഒരു നായാണെങ്കിൽ എന്ത് കാര്യം വെള്ളത്തിൽ വീണാലും പെട്ടെന്ന് ചാടി അത് എടുത്തുകൊണ്ട് വരുമല്ലോ. അതുപോലെ ഈ നായ വെള്ളത്തിലേക്ക് ചാടിയിട്ട് ആ കണക്ഷൻ അതുപോലെ തന്നെ കടിച്ചെടുത്ത് തിരിച്ചു കൊണ്ടുവരുന്നു. റേ പറയുന്നുണ്ട്, ഇല്ല വേണ്ട അത് ചെയ്യരുതെന്ന് പറയുന്നുണ്ടെങ്കിലും നായ്ക്കത് ശീലമായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ബോട്ടിലേക്ക് വന്ന് കയറുമ്പോൾ അവളത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ ആ സൈക്കോ വന്നിട്ട് അവളെ പിടിച്ച് മുകളിലേക്ക് ഒരു ഒറ്റയേറ്, എന്നിട്ട് ആ ഒരു നായനെ പൊക്കി ഈ കപ്പലിലേക്ക് കയറ്റുന്നതും
ആ ഒരു കണക്ഷൻ എന്തായാലും അവന്റെ കയ്യിൽ കിട്ടി. ഇനിയിപ്പോ ഇതെടുത്ത് കണക്ട് ചെയ്യണമല്ലോ, അത് അവൻ അറിയത്തില്ല. ഇത് മനസ്സിലാക്കുന്നത് റേ പെട്ടെന്ന് ബാത്റൂമിനകത്തേക്ക് കയറിയിട്ട് ഡോറങ്ങടയ്ക്കും. എന്നിട്ട് അതിനകത്ത് തന്നെ ഇരിക്കും. ഇവനാണെങ്കിൽ ഈ കപ്പൽ അനക്കണമെന്നുണ്ടെങ്കിൽ അവളിപ്പോ പുറത്ത് വന്നേ മതിയാവൂ. അതുകൊണ്ട് അവനും ആ ഒരു ബാത്റൂമിനടുത്തേക്ക് വന്നിട്ട് ഡോറിൽ കുറേ നേരമായിട്ട് ഇങ്ങനെ തട്ടുകയാണ്. അപ്പൊ എന്തായാലും അവള് പുറത്തിറങ്ങാതെ അവൻ മാറത്തില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ റേ അവസാനം ആ ഡോർ പതിയെ തുറക്കുമ്പോഴത്തേക്കാണ് സൈക്കോ വെളിയിൽ നിന്നിട്ട്, ഓക്കെ റേ, നമ്മൾ എന്തായാലും ഇനി ഫ്രണ്ട്സിനെ പോലെ മുന്നോട്ട് പോവാണ്, നീ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ അവളും ചിരിച്ചുകൊണ്ട് ഓക്കെ ഫ്രണ്ട്സ് എന്നിങ്ങനെ പറയും. അതേസമയം ഇവിടെ നമ്മുടെ ജോണിനെ കാണിക്കുമ്പോൾ ജോൺ ഇപ്പൊ ഈ ഒരു കപ്പലിൽ വീണ്ടും ഇവരുടെ അടുത്തേക്ക് പോകാനായിട്ടുള്ള ആ ഒരു മാപ്പും കാര്യങ്ങളെല്ലാം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവന്റെ കപ്പല് പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് ആവുന്നു. എന്താന്ന് വെച്ചാലേ അടിയിൽ നിന്നും കുറേ വെള്ളം ഇപ്പൊ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി ജോൺ പെട്ടെന്ന് ഈ വെള്ളം കയറുമല്ലോ, ഈ വെള്ളം കയറുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അതിനടിയിലേക്ക് നീന്തിപ്പോവും. എന്നിട്ട് അവിടെ നോക്കുമ്പോഴത്തേക്കാണ് ഈ ഉള്ളിലേക്ക് വെള്ളം കയറുന്നത് എന്തായാലും അവന് തടയാൻ കഴിയത്തില്ലാന്ന് അവന് മനസ്സിലായി. അതുമല്ല അവിടെയും ഒരാളുടെ ശരീരം കിടപ്പുണ്ട്. അങ്ങനെ വേറെ വഴിയില്ലാതെ ജോൺ നേരെ മുകളിലേക്ക് വരുന്നതും ഇപ്പൊ ഈ ഒരു കപ്പല് ഒരടി പോലും അനങ്ങാതെ അവിടെ തന്നെ കിടക്കുകയാണ്. ജോണിനിപ്പോ വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുപോലെ വെളിയിൽ കാണിക്കുമ്പോഴാണെങ്കിലോ നല്ല രീതിയിൽ മഴയും കാറ്റും. ജോണിനി എവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുമോ ഇല്ലയോ ഒന്നും അറിയാത്തൊരവസ്ഥ. അപ്പൊ ഈ കാര്യം എങ്ങനെയെങ്കിലും റേ അറിയിക്കണം. അതുകൊണ്ട് അവൻ ആ ഒരു റേഡിയോ വഴി അവളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ റേ വീണ്ടും വന്നിട്ട് അവനെ കണക്ട് ചെയ്യും. അപ്പോഴാണ് ഈ ബോട്ട് മുങ്ങുന്നുള്ള കാര്യം അവൻ ആ ഒരു കോഡ് ഭാഷയിലൂടെ തന്നെ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ റേ ചോദിക്കും, ശരി ബോട്ട് മുങ്ങാനായിട്ട് ഇനി എത്ര മണിക്കൂർ ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഏകദേശം ഒരു 6 മണിക്കൂർ. ഇത് അവളായിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. 1 മണിക്കൂർ? അപ്പൊ അവൻ അല്ല എന്ന് പറയും. 2 മണിക്കൂർ? അല്ല. ഇങ്ങനെ ചോദിച്ച് 6 മണിക്കൂറാണെന്ന് ചോദിക്കുമ്പോൾ അവൻ അതേന്ന് പറയും. അതുമല്ല ഇപ്പൊ അവന്റെ കപ്പൽ എവിടെയാണ് കിടക്കുന്നതെന്നുള്ള കാര്യം നമ്മുടെ റേയ്ക്ക് ആ ഒരു ഡിസ്പ്ലേയിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അവന്റെ അടുത്തേക്ക് എത്താനാണ് പാട്. കാരണം ഈ സൈക്കോ ഒരിക്കലും അവിടേക്ക് കപ്പൽ കൊണ്ടുവരാനായിട്ട് സമ്മതിക്കില്ല. ഇപ്പൊ റേ പറയും, ജോൺ നീ വിഷമിക്കണ്ട, എന്തായാലും ഞാൻ അവിടേക്ക് എത്തും എന്ന് പറയുന്നതും ഇപ്പോൾ ജോണിന്റെ കപ്പലിലുള്ള ആ ഒരു കണക്ഷൻ എല്ലാം കട്ടാവുന്നു. കാരണം വെള്ളം നല്ലതുപോലെ കയറിയതുകൊണ്ട് തന്നെ ഈ കപ്പലിലെ ഒരു കാര്യങ്ങളും ഇനി പ്രവർത്തിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇനി പരസ്പരം ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പോലും കഴിയത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ റേ അവിടെ ഇരുന്ന് കരയുന്നതും ഇനിയിപ്പോൾ വേറെ വഴിയില്ല, ഈ ഒരു സൈക്കോയെ എങ്ങനെയെങ്കിലും കയ്യിലെടുത്തേ മതിയാവൂ. അവനാണെങ്കിലോ ഈ കപ്പലിന് വെളിയിൽ അങ്ങനെ നിൽക്കുന്നതും കുറച്ച് കഴിഞ്ഞിട്ട് ഇവൻ ഉള്ളിലേക്ക് കയറി വരും. എന്നിട്ട് റേയുടെ മുന്നിലേക്ക് വന്ന് അവളോട് കുറച്ച് താല്പര്യമുള്ളതുപോലെ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിക്കുമ്പോൾ റേയ്ക്കും വേറെ വഴിയില്ല, ഇവനെ കയ്യിലെടുക്കാതെ ഇനി ഈ കപ്പൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇവനെ എന്തെങ്കിലും ചെയ്യാനോ കഴിയത്തില്ല. അങ്ങനെ റേ വേറെ വഴിയില്ലാതെ അവനോട് താല്പര്യമുള്ളതുപോലെ തന്നെ ഇവര് രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. ഈ ഒരു സീൻ ഒന്നും ഇവിടെ ഇപ്പൊ കാണിക്കാൻ പോലും കഴിയത്തില്ല. അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവള് പെട്ടെന്ന് ഈ ഒരു കപ്പലിന് മുകളിലേക്ക് കയറിപ്പോവും. ആ സൈക്കോ ആണെങ്കിലോ അവിടെ തന്നെ കിടക്കാണ്. എന്നിട്ട് അവള് മുകളിലേക്ക് ചെന്ന് എന്താ ചെയ്യുന്നറിയോ? ആദ്യം ചെയ്യുന്നത് ഒരു തോക്കുണ്ട്, അതെടുത്ത് ലോഡ് ചെയ്യും. അത് കഴിഞ്ഞ് ഈ ഫ്ലെയർ ഗൺ ഉണ്ടല്ലോ അതും എടുത്തിങ്ങനെ ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു നായ അവളെ കണ്ട് കുരയ്ക്കുന്നു. അപ്പോൾ അവള് പെട്ടെന്ന് ഹേയ് മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ ഈ ശബ്ദം കേട്ട് സൈക്കോ മുകളിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ റേ ഇവിടുന്ന് താഴേക്ക് വന്നിട്ട് ഹേയ് നമുക്ക് ഒരു തവണ കൂടി റൊമാൻറ്റിക് ആയിട്ടിരുന്നാലോ എന്ന് ചോദിക്കുമ്പോൾ സൈക്കോ പറയും നീ എന്റെ മനസ്സ് വായിച്ചു എന്നും പറഞ്ഞിട്ട് ഇപ്പൊ അവൾ അവനെ വിളിച്ചിട്ട് നേരെ റൂമിനകത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ടും ഇവർ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ജോണിനെ കാണിക്കുമ്പോൾ ജോൺ ഈ ഒരു കപ്പലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. കാരണം ഇത് പൂർണ്ണമായിട്ട് മുങ്ങുന്നതിന് മുന്നേ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവും. എന്നിട്ട് ഈ ഒരു കപ്പലിനടിയിലേക്ക് പോയിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവൻ എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും കപ്പലിൽ നല്ലതുപോലെ വെള്ളം കയറിയിട്ട് അത് നല്ലതുപോലെ മുങ്ങുന്നു. ജോണിനാണെങ്കിൽ മുകളിലേക്ക് വരാനും കഴിയത്തില്ല. ആ ഒരു അവസ്ഥയിൽ കപ്പലിനുള്ളിൽ അവൻ പെട്ടുപോയി. ഇവിടെ റേയെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവര് വീണ്ടും ഇപ്പോൾ റേ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അവള് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൻ ചോദിക്കും എന്ത് ചെയ്യാൻ പോകുന്നു? ഇല്ല കുടിക്കാനായിട്ട് എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവളിപ്പോൾ എന്തോ ഉണ്ടാക്കാനായിട്ട് വരുമ്പോൾ ആ സൈക്കോ അവളുടെ പിറകിൽ വന്നിട്ട് അവൾക്കെന്തോ അവനോട് ഇഷ്ടമുള്ളതുപോലെയാണ് അവൻ വിചാരിക്കുന്നത്. പക്ഷേ അവന് പണി കൊടുക്കാനാണെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ സൈക്കോ മറ്റൊരു വശത്തേക്ക് പോകുമ്പോഴത്തേക്കും ഈ ഗ്യാപ്പിൽ നമ്മുടെ റേ എന്താ ചെയ്യുന്നറിയോ? അവൾക്ക് കഴിക്കാനുള്ള കുറച്ച് മരുന്നുണ്ട്, അതെല്ലാം കൂടി എടുത്ത ഒരു നാരങ്ങ വെള്ളത്തിൽ അവൾ പൊടിച്ചിടും ഇവൻ കാണാതെ. എന്നിട്ട് അത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇവൻ തിരിച്ചു വന്ന് അല്ല റേ നീ എന്താ ചെയ്യുന്നേ? ഇല്ല ഇത് കുടിക്കുമായിരുന്നു, നിനക്ക് വേണോ? അപ്പൊ ആദ്യം അവൻ പറയും ഇല്ല വേണ്ടാന്ന് പറയുമ്പോൾ ഇല്ല കുടിച്ചോന്നും പറഞ്ഞിട്ട് അവൻ എടുത്ത് കൊടുക്കുന്നതും ഈ സൈക്കോ മണ്ടൻ ഇതൊന്നും അറിയാതെ ആ വെള്ളം മുഴുവനായിട്ട് കുടിക്കാണ്. കുടിച്ച് കഴിയുമ്പോഴത്തേക്കാണ് അവൻ എന്തോ കയ്പുള്ളതുപോലെയൊക്കെ തോന്നുന്നു. പക്ഷെ അവൻ അത് വലിയ കാര്യമാകത്തില്ല. ഈ ഗ്യാപ്പിൽ നമ്മുടെ റേ നേരെ മുകളിലേക്ക് വന്നിട്ട് അവൾ ആ ഒരു ഫ്ലെയർ ഗണ്ണുണ്ടല്ലോ അതെടുത്ത് അത് ലോഡ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് അവൾക്ക് നല്ലതുപോലെ ആ ബുള്ളറ്റ് ലോഡ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ റേ നേരെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇവൻ ചോദിക്കും അല്ല നീ എന്താ മുകളിൽ ചെയ്യുന്നേ? അവൾ പറയും
ഇല്ല മുകളിലത്തെ ആ ഒരു റോപ്പ് ഒന്നും കറക്റ്റ് അല്ല, അത് നീ ഒന്ന് പോയി നോക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ആ സൈക്കോ നേരെ മുകളിലേക്ക് പോകും. എന്നിട്ട് ഈ മുകളിലത്തെ കാര്യങ്ങളെല്ലാം അവൻ ശരിയാക്കാണ്. ഈ ഗ്യാപ്പിൽ റേ അകത്ത് നിന്നിട്ട് ആ തോക്കിൽ ബുള്ളറ്റ് ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് എന്ത് വർക്കാവുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഇവന് തല ചുറ്റുന്നത് പോലെ. കാരണം ആ ഒരു വെള്ളം അവൻ ഒരുപാട് കുടിച്ചിരുന്നല്ലോ. അതുകൊണ്ട് അവൻ ഉള്ളിലേക്ക് കയറി വരുന്നതും പെട്ടെന്ന് ഡോർ തുറക്കുമ്പോൾ റേ അവിടെ തോക്കുമായിട്ട് നിൽക്കുന്നു. ഇത് കാണുമ്പോൾ സൈക്കോയ്ക്ക് മനസ്സിലായി അവൾ അവനെ ചതിക്കാൻ പോവാണെന്ന്. അങ്ങനെ പെട്ടെന്ന് സൈക്കോ ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിച്ച് രണ്ടുപേരും ഫൈറ്റ് ചെയ്തിട്ട് അവസാനം റേയെ തള്ളി താഴേക്കിടും. അതുമല്ല, ആ തോക്കെടുത്ത് സൈക്കോ കയ്യിലേക്ക് വെച്ചിട്ട് റേയെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഒന്നാമത്തെ കാര്യം, വെളിയിൽ നല്ലതുപോലെ കാറ്റും മഴയും ഉള്ളതുകൊണ്ട് ഇവരുടെ ഒരു കപ്പൽ കിടന്ന് കുലുങ്ങാണ്. അതുപോലെ അത് സൈക്കോക്കാണെങ്കിലോ ആ ഒരു വെള്ളം കുടിച്ചിട്ട് ഇപ്പൊ നല്ലതുപോലെ മയക്കവും വരുന്നുണ്ട്. അതുകൊണ്ട് അവനും കറക്റ്റായിട്ട് നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ റേ ആണെങ്കിലോ അവിടെ ഒരു ചെയറും പിടിച്ചിങ്ങനെ ഒളിച്ചിരിക്കും. ഇവനാണെങ്കിൽ എയിം ചെയ്ത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ബുള്ളറ്റ് കൊള്ളുന്നില്ല. അപ്പോഴാണ് ഈ ഒരു കപ്പൽ നല്ലതുപോലെ ഒരു തിരമലയുടെ മുകളിലേക്ക് കയറുമ്പോഴത്തേക്കും രണ്ടുപേരും തെറിച്ച് മറ്റൊരു വശത്തേക്ക് ഒന്ന് വീഴും. ഈ ഗ്യാപ്പിൽ അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് തെറിച്ചു പോകുന്നതും റേയുടെ അടുത്തേക്ക് ഈ മീനെയെല്ലാം അമ്പ് ചെയ്യുന്ന ഒരു തോക്കുണ്ട്, അത് കിട്ടുന്നു. അപ്പൊ അതും എടുത്ത് അവൾ അവിടെ നിന്ന് മറ്റൊരു മുറിക്കകത്തേക്ക് ഓടിക്കയറാണ്. ഇവനും പിറകെ തന്നെയുണ്ട്. അവൻ പിടിക്കുന്നതിന് മുന്നേ അവൾ ആ ഒരു റൂമിനകത്തേക്ക് കയറിയിട്ട് ഈ ഒരു തോക്ക് അതിൽ അമ്പ് വെച്ച് അത് ലോഡ് ചെയ്തിട്ട് അവൻ വരുവാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കും. അപ്പോൾ ഇവനാണെങ്കിലോ കുറേ നേരമായിട്ട് ഡോറിലിട്ട് തട്ടുന്നുണ്ട്. എന്തായാലും ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ച് അവൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ആ അമ്പ് വന്ന് കൊള്ളുന്നുണ്ട്. പക്ഷേ കരയുന്നത് ഇവരുടെ ആ ഒരു നായ ഉണ്ടല്ലോ, അതിനാണ്. അത് കരയുന്ന ശബ്ദം കേൾക്കുന്നു. എന്താന്ന് വെച്ചാൽ അവൻ ആ ഒരു നായയെ പിടിച്ച് ഡോറിൻ്റെ അടുത്തേക്ക് ചേർത്ത് വെച്ചു. അങ്ങനെ കുറേ നേരം അവൻ്റെ അനക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് റേ പതിയെ ആ ഒരു ഡോർ തുറന്ന് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ ഒരു നായ മരിച്ചിരിക്കുന്നു. അതുമല്ല, അവൾ പുറത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഈ സൈക്കോ പെട്ടെന്ന് വന്ന് അവളുടെ കഴുത്തിലേക്ക് പിടിച്ചിട്ട് അവളുടെ കഴുത്ത് ഞെരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ കുറേ നേരം അവൻ അങ്ങനെ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. കാരണം ഈ ഒരു മരുന്ന് അധികമായിട്ട് കഴിച്ചതുകൊണ്ട് തന്നെ അവന്റെ ബോധം പതിയെ നഷ്ടപ്പെട്ട് അവൻ മയങ്ങി താഴെ വീഴുന്നതും ഈ ഗ്യാപ്പിൽ നമ്മുടെ റേ പെട്ടെന്ന് മുകളിലേക്ക് കയറും. എന്നിട്ട് അവന് മുകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അവിടെയുള്ള എല്ലാ ഡോറുകളും ആണി വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു വയ്ക്കുകയാണ്. അപ്പൊ ഇത് തുറന്ന് എന്തായാലും അവന് വെളിയിലേക്ക് വരാൻ കഴിയത്തില്ല. പക്ഷെ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, റേ മുകളിലേക്ക് വന്നാലും അവൾക്ക് ഈ ഒരു കപ്പലിന്റെ എഞ്ചിൻ ഓൺ ആക്കിയിട്ട് ബോട്ട് ഓടിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം എഞ്ചിൻ ഓൺ ചെയ്യുന്ന ആ ഒരു സ്വിച്ചും കാര്യങ്ങളെല്ലാം ഇവൻ നേരത്തെ ആ ഒരു തോക്ക് കൊണ്ട് ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും കേടായിപ്പോയി. അതുകൊണ്ട് അവളിപ്പോൾ ചെയ്യുന്നത് ആ ഒരു ബോട്ടിന്റെ തുണിയുണ്ടല്ലോ അതെല്ലാം വിരിച്ചിട്ടിട്ട് ആ ഒരു കാറ്റടിക്കുമ്പോഴത്തേക്കും ഈ കാറ്റിൽ ഈ ബോട്ടിനെ കൺട്രോൾ ചെയ്ത് അങ്ങനെയാണ് അവളത് ഓടിക്കുന്നത്. പക്ഷെ അവൾക്ക് ഇപ്പോഴും എവിടേക്ക് കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല. കാരണം ഇവരുടെ ആ ഒരു നാവിഗേഷൻ സിസ്റ്റം ഇതെല്ലാം കേടായി പോയതുകൊണ്ട് തന്നെ അവൾക്കും ഈ കപ്പൽ എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതെന്ന് അറിയാതെ അവൾ ഓടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ഇവിടെ ജോണിനെ കാണിക്കുമ്പോഴാണെങ്കിലോ അവൻ ഈ ഒരു കപ്പലിനകത്ത് പെട്ടുപോയി വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അതുമല്ല, ഇപ്പൊ കപ്പൽ പൂർണ്ണമായിട്ടും മുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ റേ അടുത്തേക്ക് വന്നാൽ മാത്രമേ ജോണിനെ രക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജോൺ ആണെങ്കിലോ പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോയി. അതുമല്ല, അവനിപ്പോൾ ശ്വസിക്കാനും കഴിയുന്നില്ല. നോക്കുമ്പോഴത്തേക്കും ഈ പാറ്റയും മറ്റു കാര്യങ്ങളെല്ലാം പോകുന്ന ചെറിയൊരു പൈപ്പുണ്ട്. ഇപ്പൊ അതിലേക്ക് വാ വെച്ചിട്ടാണ് അവനിപ്പോൾ ശ്വസിക്കുന്നത്. ഇതല്ലാതെ വേറെ വഴിയുമില്ല. ഇവിടെ റേ ആണെങ്കിലോ ഈ ഒരു കപ്പലിന് മുകളിലേക്ക് കയറി നിന്നിട്ട് അവന്റെ കപ്പൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. അതുമല്ലാതെ ഇപ്പോൾ നേരെ ഇരുട്ടി വരുന്നുണ്ട്. ഇരുട്ടുന്നതിന് മുന്നേ അവൾ അവനെ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞു. നമ്മുടെ ജോൺ അവിടെ വെച്ച് തന്നെ മരിക്കും. ഇവിടെ ഉള്ളിൽ ആ ഒരു സൈക്കോയെ കാണിക്കുമ്പോൾ അവന്റെ കൈയും കാലെല്ലാം കയറി ഉപയോഗിച്ച് കെട്ടിവെച്ചേക്കാണ്. അവനിപ്പോൾ ബോധം വന്നിട്ട് പെട്ടെന്ന് അവൻ അങ്ങനെ കിടന്ന് കാലുകൊണ്ട് ചവിട്ടി ആ ഒരു ഡോർ തുറക്കാൻ ശ്രമിക്കും. കുറേ നേരം നിർത്താതെ തന്നെ അവൻ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഡോർ തുറക്കുന്നുണ്ട്. ഇവിടെ ജോണിനെ കാണിക്കുമ്പോഴത്തേക്കും ജോണിനും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വേറെ വഴിയില്ല. ഇപ്പൊ അവസാനം ജോൺ അവൻ നിൽക്കുന്ന ആ ഒരു ഭാഗം കാലുകൊണ്ട് ചവിട്ടി ഈ തടിയായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പൊട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതുവഴി അവൻ നീന്തി നേരെ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഈ ഒരു കപ്പൽ പകുതിയും മുങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ജോൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ചെറിയ ബോട്ടിലേക്ക് കയറും. എന്നിട്ട് ഈ കപ്പലിലുണ്ടായിരുന്ന പെട്രോൾ ക്യാനൊക്കെ ഉണ്ടല്ലോ അതെടുത്ത് ഈ ഒരു കപ്പലിന് മുകളിലിങ്ങനെ ഒഴിക്കുകയാണ്. ആ സമയം കൊണ്ട് നമ്മുടെ റേ ആണെങ്കിലോ അവളുടെ കപ്പലിരുന്നിട്ട് ഇവൻ എവിടെയാണെന്ന് നോക്കുന്നു. കണ്ടുപിടിക്കാനും കഴിയുന്നില്ല. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും സൂര്യൻ പതിയെ അസ്തമിക്കുന്നു. ഇരുട്ടാൻ തുടങ്ങി. ഉള്ളിൽ സൈക്കോയെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ആ കയറ് ഒരു ഇരുമ്പിൽ വെച്ചിട്ട് കുറേ നേരം ഇങ്ങനെ ഉരച്ചൊരച്ച് കയ്യിലേയും കാലിലേയും കയറെല്ലാം അങ്ങ് പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ റേയുള്ള ആ ഒരു ഭാഗത്തേക്ക് വരാൻ വേണ്ടി ആ ഡോർ തുറക്കണം. അതിനുവേണ്ടി ആ ഒരു ഡോറ് ഇടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇവിടെ കാണിക്കുമ്പോൾ ജോൺ എന്താ ചെയ്യുന്നറിയോ, ഈ കപ്പലിലേക്ക് പെട്രോളെല്ലാം ഒഴിച്ചിട്ട് അവിടെ പെട്ടെന്ന് തീയിടും. അപ്പോൾ തീയിടുമ്പോൾ എന്താണ് ഈ ഒരു കപ്പൽ നല്ലതുപോലെ തന്നെ കത്തുന്നതും അതിന്റെ പുകയും തീയെല്ലാം കാണുമ്പോൾ റേയ്ക്ക് അത് നല്ലതുപോലെ തന്നെ മനസ്സിലാവുന്നുണ്ട്. അവൾ ആ ഒരു സ്ഥലം കാണുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ദൂരെയായിട്ട് മാത്രമാണ്
അതുകൊണ്ട് അവൾ പെട്ടെന്ന് കപ്പല് ആ വശത്തേക്ക് തിരിക്കുന്നതും ഇവിടെ താഴെ കാണിക്കുമ്പോൾ സൈക്കോ ആ ഡോർ എങ്ങനെയെങ്കിലും ഇടിച്ചു പൊട്ടിച്ച് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പോഴാണ് നമ്മൾ റേ ആ മീനെ പിടിക്കുന്ന ആ ഒരു തോക്കുമായിട്ട് മുകളിൽ നിൽക്കാണ്. അപ്പോൾ അവൻ പറയും, ഇല്ല റേ, നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, കാരണം നമ്മൾ രണ്ടുപേരും ഒന്നായിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അവൾക്കല്ലേ അറിയത്തുള്ളൂ ജോണിനെ രക്ഷിക്കാൻ വേണ്ടി വേറെ വഴിയില്ലാതെയാണ് അവരോട് അങ്ങനെയെല്ലാം ചെയ്തതെന്ന്. ഇതറിയാതെ മണ്ടൻ സൈക്കോ മുകളിലേക്ക് കയറി വരുന്നതും അങ്ങനെ അവന്റെ തോളിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ ഒരു അമ്പ് കൊണ്ടിട്ട് അവൻ പുറകിലേക്ക് വീണ് വീണ്ടും അവളെന്തോ റിയലായിട്ട് സ്നേഹിക്കുന്നത് പോലെ അവൻ പിന്നെ അവളുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. അവള് രണ്ടാമത്തെ തവണയും ഇത് ലോഡ് ചെയ്ത് അവനെ ഷൂട്ട് ചെയ്യാണ്ട് നിൽക്കുമ്പോൾ അവൻ പതിയെ അടുത്തേക്ക് വന്ന് അവന്റെ കഴുത്ത് കാണിച്ചിട്ട്, ഓക്കെ നീ അത് ചെയ്, നിന്നെക്കൊണ്ട് കഴിയുമെങ്കിലേ നീ എന്നെ കൊല്ലാൻ പറയുന്നതും റേ കുറച്ചു നേരം അവനെ തന്നെ നോക്കി നിൽക്കും. അപ്പോൾ സൈക്കോ വിചാരിക്കും, ഓക്കെ അവൾക്കത് ചെയ്യാൻ കഴിയത്തില്ല, അവൾക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞ് സൈക്കോ അവളെ നോക്കി ചിരിക്കുമ്പോഴത്തേക്കും അവൾ ആ ഒരു തോക്ക് കൊണ്ട് ഒരു ഒറ്റയടി, എന്നിട്ട് അടുത്തൊരു ഇടിയിലെ അവന്റെ ബോധം പോകുന്നതും. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് റേ എന്താ ചെയ്യുന്നറിയോ, ഇവരുടെ ഈ ഒരു കപ്പലിൽ നിന്നും ഒരു വലിയ എയർ ബാഗ് ഉണ്ട്, അതെടുത്ത് കടലിലേക്ക് ഇട്ടിട്ട് അത് ഈ ഒരു കപ്പലുമായിട്ട് കെട്ടിവെച്ചേക്കാണ്. എന്നിട്ട് ആ ഒരു എയർ ബാഗിലേക്ക് ഈ സൈക്കോയെ തള്ളിയങ്ങിടും. അപ്പൊ ആ ഒരു ബാഗ് ആണെങ്കിലോ ഈ സൈക്കോയെ വലിച്ചിട്ട് ഈ കപ്പലിന് പിറകെ തന്നെ വരുന്നുണ്ട്. എന്നിട്ടാണ് അവസാനം നമ്മുടെ ജോണിനെ നോക്കുമ്പോൾ ആ ഒരു കപ്പലിലെ തീയെല്ലാം അണഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനിപ്പോ എവിടെയാണെന്ന് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ആകെ പ്രതീക്ഷയെ നഷ്ടപ്പെട്ട് അവൾ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ജോൺ ഇപ്പോൾ അവസാനമായിട്ട് കയ്യിലുള്ള ഒരു ഫ്ലെയർ ഗണ്ണുണ്ടായിരുന്നു, അതെടുത്ത് ഷൂട്ട് ചെയ്യും. ഇത് കാണുന്നതും റേ പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ച് നേരെ നമ്മുടെ ജോണിന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു വിധത്തില് ജോണിനെയും അവൾ രക്ഷിക്കുന്നു. അങ്ങനെ ജോണിനെ വലിച്ച് ആ ഒരു കപ്പലിലേക്ക് കയറ്റിട്ട് ഇപ്പോൾ ജോണിനെ രക്ഷപ്പെടുത്തിയ ആ ഒരു സന്തോഷത്തില് ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് രണ്ടുപേർക്കും നല്ല ആശ്വാസമായി. ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇവർ ഈ ഒരു കപ്പലും കൊണ്ട് രാത്രിയിൽ അവിടെ നിന്ന് പോയിട്ടില്ലായിരുന്നു. ഇപ്പൊ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ഇവർ ആ ഒരു കപ്പൽ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴാണ് ആ സൈക്കോയെ കിടത്തിയിരുന്ന എയർ ബാഗ് ഉണ്ടല്ലോ, അതിപ്പോഴും കടലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ റേ ആ ഒരു ബാഗിനടുത്തേക്ക് കപ്പൽ കൊണ്ടുപോയിട്ട് അവൻ അതിലുണ്ടോ ഇല്ലേന്ന് നോക്കുമ്പോഴത്തേക്കും അവനെ കാണുന്നില്ല. റേ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു ഫ്ലെയർ ലൈറ്റ് അതിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് കത്തിപ്പോകുന്നുണ്ട്, പക്ഷെ അവന്റെ ശരീരം മാത്രം കാണുന്നില്ല. അപ്പോൾ ഇവർ വിചാരിക്കും അവൻ എന്തായാലും വെള്ളത്തിലേക്ക് വീണ് തീർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നതും അവിടെയാണ് മറ്റൊരു ടെസ്റ്റ്, അതിലുള്ള ആ ഒരു കയറ് കട്ട് ചെയ്തതുപോലെ എന്താന്ന് വെച്ചാൽ ആ സൈക്കോ മരിച്ചിട്ടില്ല. അങ്ങനെ ഇതറിയാതെ ഇവർ രണ്ടുപേരും സാധാരണ പോലെ തന്നെ അവർ ഈ ഒരു യാത്ര തുടങ്ങാണ്. അതിലിപ്പോ നമ്മുടെ റേ ആണെങ്കിലോ ഈ കടലിലേക്ക് ഇറങ്ങി കുളിച്ചിട്ട് അവൾ വീണ്ടും ഈ ഒരു കപ്പലിലേക്ക് വന്നിരിക്കുമ്പോഴത്തേക്കും ജോൺ പുറകിൽ വന്നിട്ട് അവളുടെ തലമുടിയെല്ലാം കഴുകി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയും, ശരി ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞ് അവൻ ആ ഒരു കപ്പലിനുള്ളിലേക്ക് കയറി പോകുമ്പോൾ പെട്ടെന്ന് ഈ രക്തം പറ്റിയൊരു കൈ അവളുടെ പിറകെ വരുന്നു. എന്നിട്ട് തലയിൽ പിടിക്കുന്നുണ്ട്. അത് വേറെ ആരുമില്ല, ആ ഒരു സൈക്കോയാണ്. അപ്പൊ ഇവളാണെങ്കിലോ അപ്പോൾ റേക്കാണെങ്കിൽ അത് മനസ്സിലാവുന്നില്ല. അവൾ വിചാരിക്കും ജോൺ ആണ് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇപ്പൊ സൈക്കോ ആണെങ്കിൽ അവളുടെ തലമുടി ഇങ്ങനെ കഴുകി പെട്ടെന്ന് അവളെ പിടിച്ച് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നത്. ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നമ്മുടെ ജോൺ ഈ കാര്യം കാണും. ഇത് കണ്ട ജോൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് ഒരു ഫ്ലെയർ ലൈറ്റ് എടുത്ത് അങ്ങനെ അവനെ എയിം ചെയ്തിട്ട് അത് കത്തിച്ച് വിട്ടു കൊടുക്കുന്നതും ഈ ഫ്ലെയർ ലൈറ്റ് നേരെ വന്ന് കൊള്ളുന്നത് സൈക്കോയുടെ വായിലേക്ക്. അവന്റെ വായിലിരുന്ന് അത് കത്തി പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്കും സൈക്കോ ഇപ്പോഴാണ് പൂർണ്ണമായിട്ട് മരിച്ച് കടലിലേക്ക് വീഴുന്നത്. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ജോണിനെ രക്ഷിക്കാൻ വേണ്ടി അവൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുവെന്ന് ഒരിക്കലും ജോണിന് അറിയത്തില്ല. എന്തായാലും അതറിയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ജോണിനെ രക്ഷിച്ചാലോ അതുമാത്രം മതി. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മൂവി? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.